അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഒരു മിഷ്കാത്തുൽ മസാബി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിലെ ഒരു ഹദീസ് ഇപ്രകാരം ഉദ്ധരിക്കുന്നു: പിന്നാലെ വരുന്ന ചില വചനങ്ങളുണ്ട്, അത് പറയുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല. അവ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യവും, അല്ലാഹു അക്ബർ 34 പ്രാവശ്യവും ചൊല്ലലാണ്. ഈ വചനങ്ങളെ മുഅക്കബാത്ത് അഥവാ പിന്നാലെ വരുന്നവ എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഒന്നുകിൽ നിസ്കാരത്തിന് ശേഷം അവ ചൊല്ലുന്നത് കൊണ്ട് പാപങ്ങൾ കഴുകി ശുദ്ധമാക്കപ്പെടുന്നു, അതല്ലെങ്കിൽ ഈ വചനങ്ങൾ ഒന്ന് മറ്റൊന്നിന് ശേഷം ചൊല്ലപ്പെടുന്നു എന്ന കാരണം കൊണ്ടാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 എന്നിങ്ങനെ ചൊല്ലുന്നതിന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇങ്ങനെ വരുന്നു: നിങ്ങളിൽ ആരാണ് ദിവസവും ഉഹുദ് മലയ്ക്ക് സമാനമായ അമൽ ചെയ്യുന്നത്? ഈ ഉഹുദ് എന്ന് പറയുന്നത് മദീനയിലുള്ള വലിയൊരു മലയാണെന്ന് നമുക്കേവർക്കും അറിയാം. സ്വഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ആർക്കാണത് കഴിയുക? ഇത്ര വലിയ മലക്ക് സമാനമായി അമൽ ചെയ്യുന്നതിന് ആർക്ക് കഴിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അത് കഴിയുന്നതാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, അതിനെന്താണ് മാർഗം? തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹിയുടെ സവാബ് ഉഹുദ് മലയേക്കാൾ കൂടുതലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിൻ്റെ സവാബ് ഉഹുദ് മലയേക്കാൾ കൂടുതലാണ്. അൽഹംദുലില്ലാഹ് എന്ന ദിക്റിൻ്റെ സവാബ് ഉഹുദ് മലയേക്കാൾ കൂടുതലാണ്. അല്ലാഹു അക്ബറിൻ്റെ സവാബ് ഉഹുദ് മലയേക്കാൾ കൂടുതലാണ്. ഈ കലിമത്തുകളിൽ നിന്ന് ഓരോന്നിൻ്റെയും സവാബ് ഉഹുദ് മലയേക്കാൾ കൂടുതലാണ്. ഒരു മലയെന്ന് പറയാൻ എന്തിരിക്കുന്നു? അനേകം മലകളേക്കാൾ അത് കൂടുതലായിരിക്കും. ഒരു ഹദീസിൽ വരുന്നു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, ഇവ ആകാശങ്ങളെയും ഭൂമിയെയും സവാബ് കൊണ്ട് നിറക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ വരുന്നു, സുബ്ഹാനല്ലാഹയുടെ സവാബ് തുലാസിൻ്റെ പകുതിയാണ്. അൽഹംദുലില്ലാഹ് അതിനെ നിറക്കുന്നതാണ്. അല്ലാഹു അക്ബർ ആകാശഭൂമികളുടെ ഇടയെ നിറക്കുന്നതാണ്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തുള്ള എല്ലാ വസ്തുക്കളേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ്. അതായത് ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിൻ്റെ വഴിയിൽ ഞാൻ ചെലവഴിക്കുന്നതിനേക്കാൾ പ്രിയങ്കരമാണ് എന്നാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശമെന്ന് മുല്ല അലിയുൽ കാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നു. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം തൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ആകാശത്തിലൂടെ പറന്നു പോവുകയാണ്. പക്ഷികൾ അദ്ദേഹത്തിൻ്റെ മേൽ തണലിട്ടുകൊണ്ടിരിക്കുന്നു. ജിന്നുകളുടെയും മനുഷ്യരുടെയും 2 സൈനിക അണികൾ ഇരുവശങ്ങളിലും നിരന്നിരുന്നു. അവർ ഒരു ആബിദിൻ്റെ അടുക്കൽ കൂടി കടന്നു പോയപ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ രാജപദവിയെക്കുറിച്ച് അദ്ദേഹം വാഴ്ത്തി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ അമലുകൾ എഴുതിയ ഗ്രന്ഥത്തിലുള്ള ഒരു തസ്ബീഹ് ദാവൂദിൻ്റെ മകൻ സുലൈമാൻ്റെ എല്ലാ രാജാധികാരത്തെക്കാളും ശ്രേഷ്ഠമായതാണ്. അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അതായത് ഈ അധികാരങ്ങളെല്ലാം നശിച്ചു പോകുന്നതും തസ്ബീഹ് എന്നെന്നും അവശേഷിക്കുന്നതുമാണ് എന്നാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞത്. മറ്റൊരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നു, ബഹിൻ ബഹിൻ, ഹാ ഹാ, സന്തോഷം. 5 കാര്യങ്ങൾ സൽക്കർമ്മങ്ങളും അല്ലെങ്കിൽ അമലുകളെ തൂക്കുന്ന ത്രാസിലെ
എത്ര വലിയ ഭാരമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 4 അതിൻ്റെ പുറമെ ഒരു കുട്ടി മരിച്ചാൽ അവൻ്റെ പിതാവും മാതാവും ക്ഷമിക്കുകയും ചെയ്യുന്നത്. ഈ ഹദീസ് ഉൾക്കൊള്ളുന്ന നിരവധിയായ ഹദീസുകൾ മുമ്പ് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ മകനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു വസിയത്ത് ചെയ്യുന്നു, നീ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാനത് വളരെ ചുരുക്കി പറയാം. 2 കാര്യങ്ങൾ ചെയ്യാൻ ഉപദേശിക്കുകയും 2 കാര്യങ്ങൾ തടയുകയും ചെയ്യുന്നു. ചെയ്യാൻ ഉപദേശിക്കുന്ന 2 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു തആല വളരെ സന്തോഷിക്കും. അവൻ്റെ നല്ല ദാസന്മാരും അതുകൊണ്ട് സന്തോഷിക്കുന്നതാണ്. ആ 2 കാര്യങ്ങൾ അള്ളാഹുമായുള്ള അടുപ്പവും അധികരിക്കുന്നതാണ്. അതിലൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ആകാശങ്ങളും ഭൂമിയും ഒരു വളയമാക്കി ഈ കലിമയെ അതിൽ വെക്കുകയാണെങ്കിൽ ആ വളയത്തെ മുറിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് അത് പോകും. ഇനി ആകാശങ്ങളും ഭൂമിയുമെല്ലാം ത്രാസിൻ്റെ ഒരു തട്ടിൽ വെക്കുകയും ഈ പരിശുദ്ധ കലിമയെ മറ്റേ തട്ടിൽ വെക്കുകയും ചെയ്താൽ ഈ കലിമയുടെ തട്ട് മുൻതൂക്കമുണ്ടാകുന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, നിന്നോട് ഉപദേശിക്കുന്ന 2ാമത്തെ കാര്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലലാണ്. ഇത് 2ഉം എല്ലാ സൃഷ്ടികളുടെയും ഇബാദത്താണ്. ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് തന്നെയാണ് എല്ലാ സൃഷ്ടികൾക്കും ആഹാരം നൽകപ്പെടുന്നത്. സൃഷ്ടികളിൽ ഒരു വസ്തുവും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യാതിരിക്കുന്നില്ല. പക്ഷേ അവരുടെ തസ്ബീഹിനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ നിന്നോട് തടയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ശിർക്കും 2 കിബറുമാകുന്നു. ഈ 2 കാര്യങ്ങൾ കാരണമായി അള്ളാഹുവിൽ നിന്ന് നീ മറയിടപ്പെട്ടവനായി പോകും, അവൻ്റെ സജ്ജനങ്ങളിൽ നിന്ന് മറയിടപ്പെട്ടവനായി പോകും. ഇത് വളരെ വിശദമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ വിവരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. തസ്ബീഹിനെ കുറിച്ച് ഹദീസിൽ പറഞ്ഞ ആയത്തുകൾ നിരവധിയാണ്. മിറാജിൻ്റെ രാത്രി ആകാശങ്ങളിൽ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടതായി അനേകം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൂട്ടം ആളുകളുടെ അടുക്കൽ കൂടി കടന്നുപോയി. അവർ കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്ത് കയറി നിൽക്കുകയാണ്. തങ്ങൾ കൽപ്പിച്ചു, നിങ്ങൾ മൃഗങ്ങളെ മിമ്പറുകളും കസേരകളും ആക്കരുത്. അനേകം മൃഗങ്ങൾ അതിൽ യാത്ര ചെയ്യുന്നവരെക്കാൾ ശ്രേഷ്ഠമായതും അവരെക്കാൾ കൂടുതൽ അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നവയുമാണ്. അള്ളാഹു ദിക്റിനെ മുറുകെ പിടിക്കുന്ന ദിക്റിൻ്റെ അഹിലുകാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലളിതമാണ് കാര്യങ്ങൾ, പക്ഷേ പ്രതിഫലം അങ്ങേയറ്റം മഹത്തായതുമാണ്. ആ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം. വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ ഞാനും ധന്യനായി. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ
മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്, എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ്